മഴ തോറും മുന്നേ സീരിയലിന്റെ ഈ ആഴ്ചയിലെ ഒരു അടിപൊളി എപ്പിസോഡ് റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വൈജ ആക്സിഡന്റ് ഒക്കെ പറ്റി ഹോസ്പിറ്റലിൽ ആയിരിക്കാണ്. വിവരങ്ങളെല്ലാം പറഞ്ഞ് ശിവശങ്കറും രാജീവൊക്കെ ഹോസ്പിറ്റലിൽ എത്തും. ഡോക്ടറെ, വൈജയുടെ സഹോദരനാണ് ഞാൻ. വൈജയ്ക്കിപ്പോ എങ്ങനെയുണ്ട്? ഒന്നും പറയാനായിട്ടില്ല. തലയ്ക്കാണ് കൂടുതൽ പരിക്ക് പറ്റിയത്. എത്രയും പെട്ടെന്ന് ഒരു സർജറി വേണ്ടി വരും. ഇത് കേട്ടതോടും കൂടി ശിവശങ്കറും രാജീവൊക്കെ അവിടെ പൊട്ടിക്കരയുന്നുണ്ട്. അങ്ങനെ പിന്നീട് വിവരങ്ങൾ അറിഞ്ഞ് ബാലേന്ദ്രൻ ഹോസ്പിറ്റലിലേക്ക് വരും. ബാലേന്ദ്രനെ കണ്ടതും രാജീവ് ചോദിക്കാണ്, എന്തിനാ നിങ്ങളിപ്പോ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ഞങ്ങളുടെ പെങ്ങൾ മരിച്ചു എന്ന് അറിയാനായിട്ടാണോ? അപ്പൊ ബാലേന്ദ്രൻ പറയും, രാജീവേ, ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. വൈജയ്ക്ക് ഇപ്പോ എങ്ങനെയുണ്ട്? വൈജ എവിടെ എന്നൊക്കെ ചോദിക്കുമ്പോ ശിവശങ്കർ പറയും, വൈജ എവിടെയായാലും നിനക്ക് എന്താടാ? എന്തായാലും അവള് ചത്തിട്ടില്ല. ചത്താ ഞങ്ങള് നിന്നെ വിവരം അറിയിച്ചോളാം. അപ്പൊ ബാലേന്ദ്രൻ രാജീവിനെ പിടിച്ചു മാറ്റി ഐസിയുന്റെ വാതിലിന്റെ അടുത്തേക്ക് പോകാനായിട്ട് നിക്കാണ്, വൈജയെ പുറത്തു നിന്ന് കാണാനായിട്ട്. എന്നാ രാജീവ് ആവട്ടെ, മാറി നിക്കടാ, നീ ഇനി വൈജയെ കാണണ്ട. നീയും നിന്റെ ആ പിഴച്ച സന്തതിയുണ്ടല്ലോ, നിങ്ങൾ രണ്ടുപേരും ചേർന്നാണ് അവളെ ഈ ഒരു അവസ്ഥയിലാക്കി വെച്ചത്. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് വന്നു പോകരുത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രന്റെ കുത്തിനെ പിടിച്ചുകൊണ്ടായിട്ട് തള്ളിയിടും. അപ്പോൾ അങ്ങോട്ട് ഡോക്ടർ വരും. ഡോക്ടർ വന്നിട്ട് പറയുന്നുണ്ട്, ഇതൊരു ഹോസ്പിറ്റലാണ്, ഇവിടെ അടിയും വഴക്കൊന്നും നടക്കില്ല. വൈജയന്തിക്ക് ഒരു സർജറി വേണം. അപ്പൊ എത്രയും പെട്ടെന്ന് എ പോസിറ്റീവിലുള്ള ബ്ലഡ് അറേഞ്ച് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡോക്ടർ അങ്ങോട്ട് അകത്തേക്ക് പോകും. അപ്പൊ ശിവശങ്കർ ചോദിക്കും, എടാ രാജീവേ, ആ ഒരു ബ്ലഡ് ഗ്രൂപ്പ് നമ്മൾ എവിടെ നിന്ന് അറേഞ്ച് ചെയ്യാനാ? നിന്റെ ബ്ലഡ് ഏതാ? എന്റെ ബ്ലഡ് ഓ പോസിറ്റീവ് ആണ് ശിവേട്ടാ. എന്റേതും. അപ്പൊ ശിവശങ്കർ ബാലേന്ദ്രനോട് ചോദിക്കും, ബാലേന്ദ്ര, നിന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാ? എന്റേത് ബി പോസിറ്റീവ് ആണ് എന്നൊക്കെ പറയുമ്പോ രാജീവും ശിവശങ്കറും ബാലേന്ദ്രനും എല്ലാരും ഓരോരുത്തരെ വിളിച്ച് ചോദിക്കുന്നുണ്ട് എ പോസിറ്റീവ് ബ്ലഡ് എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കാനായിട്ട്. അങ്ങനെ ഒടുക്കം ശിവശങ്കർ ചിന്തിക്കും, അല്ല, കമലയുടെ ബ്ലഡ് ഗ്രൂപ്പ് എ പോസിറ്റീവ് ആണല്ലോ. എടാ രാജീവേ, കമലയുടെ ബ്ലഡ് ഗ്രൂപ്പ് എ പോസിറ്റീവ് ആണ്. ആണോ? എന്ന ശിവേട്ടൻ വേഗം കമലയത്തെ വിളിച്ച് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറ എന്നൊക്കെ പറയുമ്പോ ശിവശങ്കർ കമലയെ വിളിക്കും. ആ ശിവേട്ട, എന്തൊക്കെയുണ്ട്? അവിടുത്തെ പാടെന്താ? വൈജ കാലിയായോ? ദേ കമലെ, വേണ്ടതിനെ പറഞ്ഞാലുണ്ടല്ലോ. അല്ല ശിവേട്ട, വലിയ ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചു എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അതുകൊണ്ട് ഞാൻ അങ്ങനെ ചോദിച്ചതാണ്. അതൊക്കെ അവിടെ നിക്കട്ടെ, നീ ഇപ്പോ എത്രയും പെട്ടെന്ന് ഇവിടെ വരണം. എന്താ, ഞാനിപ്പോ എന്തിനാ അങ്ങോട്ട് വരുന്നത്? അവിടെ നിങ്ങളൊക്കെ ഇല്ലേ? ഞാൻ അവിടേക്ക് വന്നാലുണ്ടല്ലോ, നിങ്ങളെ തള്ളെ പിന്നെ ആര് നോക്കും? എടി, അതിനവിടെ മനു ഹരിയൊക്കെ ഇല്ലേ? നീ അവരോട് അമ്മയെ കുറച്ചു നേരം നോക്കാനായിട്ട് പറ. എന്നിട്ട് നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരണം. അതൊക്കെ പോട്ടെ, ഞാനിപ്പോ എന്തിനാണ് ഇത്ര അർജന്റായിട്ട് അങ്ങോട്ട് വരുന്നത്? ഞാൻ അവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാ എന്നൊക്കെ കമല ചോദിക്കും. അപ്പൊ ശിവേട്ടൻ പറയുന്നുണ്ട്, വൈജിക്ക് ഒരു ഓപ്പറേഷൻ വേണം. അതിന് എത്രയും പെട്ടെന്ന് എ പോസിറ്റീവിലുള്ള ബ്ലഡ് കിട്ടണം. ആ ഒരു ബ്ലഡ് ഗ്രൂപ്പ് ഇപ്പൊ ഇവിടെ സ്റ്റോക്ക് ഇല്ല. ഞങ്ങൾ കുറെ സ്ഥലത്ത് അന്വേഷിച്ചു. നിന്റെ ബ്ലഡ് ഗ്രൂപ്പ് അതല്ലേ? നിന്റെയും ഹരിയുടെയും എ പോസിറ്റീവ് അല്ലേ? അപ്പോൾ കമല പറയും, അത് പിന്നെ ഞങ്ങളുടെ എ പോസിറ്റീവ് ഒക്കെ തന്നെ. പക്ഷേ എനിക്ക് നല്ല രക്തക്കുറവാണ്. രക്തക്കുറവ് കാരണം ഞാൻ ഇന്നലെ കൂടി ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടുള്ളൂ. ഇനി എന്റെ ഉള്ള രക്തം കൂടി വൈദ്യക്ക് കൊടുത്താൽ ഞാൻ പിന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് കമൽ അവിടെ തള്ളി മറിക്കും. അപ്പൊ ശിവശങ്കർ പറയും, എന്നാ നീ ഹരിയോട് ഇങ്ങോട്ട് വരാൻ പറ, വേഗം വേണം. ഹോ, എന്റെ ശിവേട്ടാ, നല്ല ആളെയാണ് ശിവേട്ടൻ ചോദിച്ചത്. അവൻ ഇന്ന് രാവിലെ അങ്ങോട്ടോ ടൂറ് പോയിരിക്കുക. അവൻ എന്തായാലും ഇനി തിരിച്ചു വരാൻ പോകുന്നില്ല. നിങ്ങൾ വേറെ വല്ല വഴിയും നോക്ക് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കമല നൈസായിട്ട് അവിടെ ഫോൺ വെക്കും. അപ്പൊ തന്നെ ശിവശങ്കറിന്റെ കാര്യം മനസ്സിലായി, ഇവളിത് പച്ച കള്ളം പറഞ്ഞതാണ്. ഇനിയിപ്പോ ഞാൻ ഇവരോട് എന്ത് പറയും? അപ്പൊ രാജീവ് ചോദിക്കും, ശിവേട്ട, എന്തായി, കമലയെടുത്തി വരാന്ന് പറഞ്ഞോ? ഇല്ലടാ, അവള് വരുന്നില്ല. അവൾക്ക് രക്തക്കുറവ് കാരണം അവളിപ്പോ മരുന്ന് കുടിച്ചോണ്ട് നിക്കാണ്. ഇപ്പോൾ അതുകൊണ്ട് അവൾക്ക് വരാൻ പറ്റില്ല. പിന്നെയുള്ളത് ഹരിയാണ്. അവനാണെങ്കിലോ ഇപ്പൊ സ്ഥലത്തുമില്ല. അയ്യോ ശിവേട്ട, ഇനി നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ ഇതൊക്കെ കേട്ടോണ്ട് ബാലേന്ദ്രൻ പറയും, ബാലേന്ദ്രൻ ആദ്യമേ തന്നെ ഉറപ്പായിരുന്നു കമല വൈജയ്ക്ക് ബ്ലഡ് കൊടുക്കില്ല എന്ന്. എന്താ ശിവേട്ടാ, നിങ്ങളുടെ ഭാര്യ വന്നില്ലേ? എനിക്കറിയായിരുന്നു കമലേട്ടത്തി വൈജയ്ക്ക് ബ്ലഡ് കൊടുക്കില്ല എന്ന്. അപ്പൊ ശിവശങ്കർ ഇതെല്ലാം കേട്ടുകൊണ്ട് തലയും താത്തി നിൽക്കും. അങ്ങനെ പിന്നീട് ബാലേന്ദ്രൻ അലീനെ വിളിക്കുന്നുണ്ട്. മോളെ, വൈജയ്ക്ക് എത്രയും പെട്ടെന്ന് ഒരു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് എത്രയും പെട്ടെന്ന് എ പോസിറ്റീവിലുള്ള ബ്ലഡ് വേണം. ഞങ്ങൾ ഒരുപാട് അന്വേഷിച്ചു, എവിടെയും കിട്ടാനില്ല. പിന്നെ കമലേട്ടത്തിയെ വിളിച്ചപ്പോ ഏട്ടത്തി തരാൻ തയ്യാറായില്ല. അപ്പൊ അലീന പറയുന്നുണ്ട്, അച്ഛാ, എന്റെ ബ്ലഡ് ഗ്രൂപ്പ് എ പോസിറ്റീവ് ആണ്. അമ്മയ്ക്ക് ഞാൻ തരാം ബ്ലഡ്. പക്ഷെ അച്ഛാ, ഒരു പ്രശ്നമുണ്ടല്ലോ. അമ്മയുടെ ആംഗ്ലമാര് സമ്മതിക്കുവോ? അതൊന്നും നീ നോക്കണ്ട മോളെ, അവരെയൊക്കെ ഞാൻ അടക്കി നിർത്തിക്കോളാം. നീ സമയം കളയാതെ വേഗം ഇങ്ങോട്ട് വാ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ അവിടെ ഫോണ് വെക്കും. അങ്ങനെ അലീന കടപ്പാട്ടൂരിൽ നിന്നും ഹോസ്പിറ്റലിലേക്ക് പോകാൻ നേരം കൃഷ്ണമോളോട് പറയും, മോളെ, അമ്മയ്ക്ക് ബ്ലഡ് ആവശ്യമുണ്ട്. എന്റെ ബ്ലഡ് ഗ്രൂപ്പും മോളുടെ അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പും എ പോസിറ്റീവ് ആണ്. അതുകൊണ്ട് ഞാൻ മാഡത്തിന് ബ്ലഡ് കൊടുത്തിട്ട് വരാം. അപ്പൊ കൃഷ്ണമോള് പറയുന്നുണ്ട്, ചേച്ചി, ഞാനും വരാം. വേണ്ട മോളെ, ഞാൻ വേഗം വരാം. നിങ്ങൾക്ക് നാളെ എക്സാം ഒക്കെ ഉള്ളതല്ലേ? അപ്പൊ ഇതൊക്കെ കേട്ടോണ്ട് ബബിതയും രോഹിത്താണ് നിൽക്കുന്നുണ്ടാകും. നിക്കടെ അവിടെ, നീ എങ്ങോട്ടാണ് ഈ പോകുന്നത്? അപ്പോൾ അലീന കാര്യം പറയുന്നുണ്ട്, ഹോസ്പിറ്റലിലേക്ക് ബ്ലഡ് കൊടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ അലീന കാര്യം പറയുന്നുണ്ട്, ബാലേന്ദ്ര സാറ് വിളിച്ചിരുന്നു, എത്രയും പെട്ടെന്ന് മാഡത്തിന് ബ്ലഡ് കൊടുക്കാനായിട്ട് വരാൻ പറഞ്ഞു.
ഇത് കേട്ടതും രോഹിത് പറയുന്നുണ്ട്, വേണ്ട, നിന്റെ ബ്ലഡ് ഞങ്ങളുടെ അമ്മയ്ക്ക് വേണ്ട. നിന്നെ ഞങ്ങളുടെ അമ്മയ്ക്ക് ഇഷ്ടമല്ലടി. നീ കാരണമാണ് എന്റെ അമ്മയ്ക്ക് ഇപ്പൊ ഈ അവസ്ഥ വന്നത്. നിന്റെ ബ്ലഡ് കൂടി എന്റെ അമ്മയുടെ ശരീരത്തിൽ കയറ്റിയെന്ന് അറിഞ്ഞാൽ എന്റെ അമ്മ പിന്നെ വെറുതെ ഇരിക്കില്ല. അതുകൊണ്ട് നീ പോണ്ടടി, നിന്നെ ഞങ്ങൾ വിടില്ല. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഭവിത എന്നെ വിട്, ഞാൻ നിങ്ങളുടെ അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിട്ടല്ലേ പോകുന്നത് എന്നൊക്കെ പറയുമ്പോഴും രോഹിത്തും ഭവിതയും അലീനെ പോകാനായിട്ട് അനുവദിക്കുന്നില്ല. അന്നേരം ബാലേന്ദ്രൻ വിളിക്കുന്നുണ്ട്, ആ അലീന, നീ എവിടെ എത്തി? അച്ഛാ, അതിന് ഞാൻ ഇറങ്ങിയിട്ടില്ല. രോഹിത്തും ഭവിതയും എന്നെ പോവാൻ അനുവദിക്കുന്നില്ല. എന്താ, അവരെ നിന്നെ വിടുന്നില്ലെന്നോ? നീ ഫോണൊന്ന് സ്പീക്കറിൽ വെച്ചേ എന്നെല്ലാം പറയുമ്പോ അലീനയുടെ ഫോൺ സ്പീക്കറിൽ വെക്കും. നിങ്ങൾക്കൊക്കെ എന്തിന്റെ കേടാണ്? നിങ്ങളുടെ അമ്മയാണ് മരണത്തെ മുഖാമുഖം കണ്ട് ഐസിയുൽ കിടക്കുന്നത്. അവളെ വിടാൻ വയ്യെങ്കിൽ 1 മണിക്കൂർ ഞാൻ കാത്തു നിൽക്കും. അതിന്റെ ഉള്ളിൽ എ പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പിലുള്ള ഒരാളെ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് കണ്ടുപിടിച്ച് ഇവിടെ എത്തിച്ചോളണം. ഇനി എത്തിച്ചിട്ടില്ല എങ്കിൽ ഞാൻ അങ്ങോട്ടൊരു വരവ് വരും എന്നൊക്കെ പറഞ്ഞ് ബാലേന്ദ്രൻ അവിടെ ഫോൺ കട്ടാക്കും. അത് കേട്ടതോടുകൂടി രോഹിത്തും ഭവിതയും പത്തി താത്തി നാണം കെട്ട് റൂമിലേക്ക് പോകാണ്. അങ്ങനെ പിന്നീട് അലീന എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. അലീനെ കണ്ട് രാജീവ് ശിവശങ്കറും, എന്താടി നീ എന്തിനാടി ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? അവള് മരിച്ചോന്ന് അറിയാൻ വേണ്ടി വന്നതാണോ? അവള് ചത്തിട്ട് വേണ്ടേ നിനക്ക് ഇയാളുടെ മകളായിട്ട് ജീവിക്കാൻ? അപ്പോൾ അലീന പറയുന്നുണ്ട്, അയ്യോ സാർ, ഞാൻ അങ്ങനെയൊന്നും ആഗ്രഹിച്ചിട്ടില്ല. മാഡം സാറും എന്നും സുഖമായി ജീവിക്കുന്നത് കാണാൻ തന്നെയാണ് ഞാനും ആഗ്രഹിച്ചത്. ഹോ, എന്നിട്ടാണോടി നിന്നെ എത്ര ആട്ടി പായിപ്പിച്ചിട്ടും ഇവരുടെ ജീവിതം തകർക്കാൻ ഒരു കരിനിഴൽ പോലെ നീ അവിടെ തന്നെ നിൽക്കുന്നത്? അയ്യോ സാർ, ഇവർക്കിടയിൽ കൂടുതലായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാതെ നിൽക്കാനാണ് ഞാൻ അവിടെ നിൽക്കുന്നത്. പിന്നെ ബാലേന്ദ്ര സാർ പോവണ്ടെന്ന് പറഞ്ഞു. ചീ, നിർത്തടി. ഇവൻ പോവണ്ടെന്ന് പറയുമ്പോഴേക്കും ഇവൻ പറയുന്നതൊക്കെ കേട്ട് നീ ഇവിടെ നിൽക്കാൻ നീ ഇവന്റെ ആരടി? എന്താണ് നീ ഇവനും തമ്മിലുള്ള ബന്ധം? അപ്പൊ ബാലചന്ദ്രൻ ഇതൊക്കെ കേൾക്കുമ്പോ ബാലേന്ദ്രന് ദേഷ്യം അങ്ങോട്ട് വരും. എടാ, നിന്റെ നാവ് കൊണ്ട് നീ ഇനി ഇങ്ങനെ വല്ലതും പറഞ്ഞാൽ അന്ന് കിട്ടിയത് നിനക്ക് ഓർമ്മയില്ലേ? ഇതൊരു ആശുപത്രിയാണെന്നൊന്നും ഞാൻ നോക്കില്ല. പിന്നെ ഇവളിപ്പോ ഇങ്ങോട്ട് വന്നത് എന്റെ ഭാര്യയ്ക്ക് ബ്ലഡ് കൊടുക്കാനാണ്. നിങ്ങളൊക്കെ കുറെ നോക്കിയല്ലോ. എന്തിനു പറയുന്നു? ശിവേന്റെ ഭാര്യ കമലേട്ടത്തി അവര് തയ്യാറായോ വൈദ്യക്ക് ബ്ലഡ് കൊടുക്കാനായിട്ട്? ഇല്ലല്ലോ. അപ്പൊ ശിവേട്ടൻ പറയും, എന്തായാലും നിന്റെ പിഴച്ച സന്തതിയുടെ രക്തം എന്റെ പെങ്ങക്ക് വേണ്ട. ഹോ, അങ്ങനെയാണോ? എന്നാ 1 മണിക്കൂർ സമയം ഞാൻ നിങ്ങൾക്ക് തരും. അതിനുള്ളിൽ നിങ്ങൾ ഒരാളെ കണ്ടുപിടിച്ചോളണം വൈദ്യക്ക് ബ്ലഡ് കൊടുക്കാനായിട്ട്. അതിനിടയിൽ വൈദ്യക്ക് വല്ലതും സംഭവിച്ചാൽ അതിന്റെ ഫുൾ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. അത് നിങ്ങൾ എഴുതി ഒപ്പിട്ട് തരണം എന്ന് ബാലേന്ദ്രൻ ശിവശങ്കറിന്റെയും രാജീവിന്റെ അടുത്തായിട്ട് പറയും. ഇത് കേൾക്കുമ്പോ രണ്ടുപേരുടെയും വായ അവിടെ അടയുന്നുണ്ട്. എന്താ ശിവേട്ടാ, ഒന്നും പറയാനില്ലേ? രാജീവേ, നിനക്കൊന്നും പറയാനില്ലേ? അപ്പൊ രണ്ടുപേരും അവിടെ മിണ്ടാതെ നിൽക്കും. അങ്ങനെ നഴ്സ് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ബ്ലഡ് കൊടുക്കാനുള്ള ആളെത്തിയോ? എത്രയും പെട്ടെന്ന് ബ്ലഡ് കിട്ടിയിട്ടില്ല എങ്കിൽ പേഷ്യന്റിന്റെ നില ഗുരുതരമാകും. അപ്പൊ ബാലേന്ദ്രൻ പറയും, ആളെ കിട്ടി. മോളെ, നീ അങ്ങോട്ട് ചെല്ല്. ഇവര് നിന്നെ ഒന്നും ചെയ്യില്ല. അപ്പോൾ അലീന ബ്ലഡ് കൊടുക്കാനായിട്ട് പോവാണ്. ശിവശങ്കറും രാജീവൊക്കെ ആകെ നാണം കെട്ട് നിൽക്കും. പിന്നീട് കാണിക്കുന്നത് മനു അങ്ങോട്ട് വരുന്നുണ്ട്. അച്ഛാ, ആന്റിക്ക് എങ്ങനെയുണ്ട്? അപ്പൊ ശിവേട്ടൻ പറയും, ഒരു ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നിന്റെ അങ്കിളിന്റെ പിഴച്ച മകളുണ്ടല്ലോ, അവളാണ് വൈദ്യക്ക് ഇപ്പൊ ബ്ലഡ് കൊടുത്തോണ്ടിരിക്കുന്നത്. ആര്? അലീനയോ? ആ, അലീന തന്നെ. എന്തിനാ അച്ഛാ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? അവള് നല്ലൊരു കാര്യല്ലേ ചെയ്തത്. ആ, അങ്ങനെ പറഞ്ഞു കൊടുക്ക മനു നിന്റെ അച്ഛന്. നിന്റെ അമ്മയെ വിളിച്ചു വൈദ്യക്ക് ബ്ലഡ് കൊടുക്കുമോ എന്ന് ചോദിച്ചിട്ട് നിന്റെ അമ്മ വേഗം കൈയൊഴിഞ്ഞു. അപ്പോൾ അലീനയോട് പറഞ്ഞപ്പോൾ അലീന വേഗം വന്നു. വൈജ അവളെ എന്തുമാത്രം ദ്രോഹിച്ചിട്ടുണ്ട്. അവൾ അതൊന്നും മനസ്സിൽ വെച്ചില്ല. ഒന്നും മനസ്സിൽ വെക്കാതെ ഓടി വന്നില്ലേ? അപ്പൊ ശിവശങ്കർ പറയുന്നുണ്ട്, ബാലേന്ദ്ര, ഇത്ര നേരം നീ പറയുന്നതൊക്കെ ഞാൻ കേട്ടു നിന്നു. എന്റെ പെങ്ങളുടെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം നീ നിന്റെ പുതിയ മകളുമാണ്. നിന്നെ പോലെ ഒരു വൃത്തി കെട്ടവനെ എന്റെ പെങ്ങളെ കെട്ടിച്ചു തന്നതാണ് ഞങ്ങളെല്ലാം ചെയ്ത തെറ്റ്. അപ്പൊ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും മറ്റുള്ളവരെ ചതിച്ചിട്ടില്ല. വലിയ വലിയ രഹസ്യങ്ങളൊന്നും മറച്ചു വെച്ച് ആരെയും വിവാഹം കഴിച്ചിട്ടുമില്ല. ഒരു 23 വർഷം മുമ്പ് എന്തൊക്കെയാണ് നടന്നത് എന്ന് തന്നെ താൻ അങ്ങോട്ട് ആലോചിച്ചാൽ മതി. ഇത് കേൾക്കുമ്പോ രാജീവും ശിവശങ്കറും പരസ്പരം മുഖാമുഖം നോക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് അലീന കടന്നു വരികയാണ്. ആകെ ക്ഷീണിച്ച് വികാൻ പോകുന്ന പോലെയാണ് അലീന വരുന്നത്. മനുവും ബാലേന്ദ്രനും അലീനയുടെ അടുത്ത് പോയിട്ട് ചോദിക്കും, അലീന, നിനക്ക് കുഴപ്പമില്ലല്ലോ? ഏയ് ഇല്ല അച്ഛാ. മനുവേട്ടൻ എപ്പോ വന്നു? ഞാനിപ്പോ വന്നതേ ഉള്ളൂ. അപ്പോൾ അലീന പറയും, അച്ഛാ, ഞാൻ കുറച്ചു നേരം അവിടെ ഇരിക്കട്ടെ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അലീന പതിയെ പതിയെ ഇരിക്കാനായിട്ട് പോവാണ്. പെട്ടെന്ന് അലീനയ്ക്ക് അവിടെ തല കറങ്ങും. മനു വേഗം പോയിട്ട് അലീനയെ പിടിക്കും. അലീന, കണ്ണു തുറക്ക് അലീന എന്നൊക്കെ വിളിക്കുന്നുണ്ടെങ്കിലും അലീനയ്ക്ക് ബോധം വരുന്നില്ല. ബാലേന്ദ്രൻ അപ്പൊ വേഗം പോയിട്ട് ഡോക്ടറെ വിളിച്ചു കൊണ്ടുവരികയും അലീനയ്ക്ക് ക്ഷീണം മാറാനായിട്ട് ഒരു ഗ്ലൂക്കോസ് എല്ലാം കയറ്റുന്നുണ്ട്. മനുവും ബാലേന്ദ്രനും അപ്പോൾ അലീനയ്ക്ക് അരികിലായിരിക്കും. അങ്ങനെ ശിവശങ്കറും രാജീവും പറയാണ്, ആ വേലക്കാരിക്ക് കാവലിരിക്കാൻ എന്റെ മകനും അയാൾക്കും എന്താണ് ഉത്സാഹം? സ്വന്തം ഭാര്യ ഈ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ അയാള് അവൾക്ക് കാവലിരിക്കുന്നു. ശിവേട്ടാ, ഇത് ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല. വൈജി ഒന്ന് ഓക്കെ ആവട്ടെ. എന്തായാലും നമുക്ക് ഇതിലൊരു തീരുമാനം എടുക്കണം എന്നൊക്കെ രാജീവ് പറയും. എന്നിട്ട് അലീന കണ്ണു തുറക്കുമ്പോ മനു അലീനയോട് ചോദിക്കുന്നുണ്ട്, അലീന, ഇപ്പൊ നീ ഓക്കെ ആയോ? ആ മനുവേട്ടാ, എനിക്കിപ്പോ കുഴപ്പമില്ല. അച്ഛൻ ഇവിടെ നിക്കണ്ട, മാഡത്തിന്റെ അടുത്തേക്ക് പോയിക്കോ. അതെ അങ്കിളെ, അങ്കിള് വൈജാന്റിയുടെ അടുത്തേക്ക് പോയിക്കോ.
അലീനയുടെ അടുത്ത് ഞാൻ നിന്നോളാം. അപ്പൊ ബാലേന്ദ്രൻ പറയും, ഞാൻ അവിടെയുണ്ട്, എന്തേലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചാ മതി. ഓക്കെ അങ്കിളെ, അങ്കിള് പോയിക്കോ എന്നൊക്കെ മനു പറയാണ്. അങ്ങനെ ബാലേന്ദ്രൻ പോയ ശേഷം മനു അലീനയോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് കഴിക്കാൻ ഞാൻ എന്തെങ്കിലും ഓർഡർ ആക്കട്ടെ? എന്തായാലും ഒരു ജ്യൂസ് ഞാൻ ഇവിടെ ഓർഡർ ആക്കി വെച്ചിട്ടുണ്ട്. ആദ്യം നീ ഒരു ജ്യൂസ് കുടിക്കുക, അപ്പൊ നിന്റെ ക്ഷീണമൊക്കെ ഒന്ന് വിട്ടോളും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു ജ്യൂസ് മൊത്തം അലീനെ കൊണ്ട് മനു കുടിപ്പിക്കാണ്. എന്നിട്ട് മനു ചോദിക്കുന്നുണ്ട്, നിനക്ക് കഴിക്കാൻ എന്താ വേണ്ടത്? അയ്യോ മനുവേട്ടാ, എനിക്കൊന്നും വേണ്ട. അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? സർജറി ഒക്കെ കഴിഞ്ഞോ? ഇല്ല, അല്പസമയത്തിനകം തന്നെ കഴിയും. നീ പേടിക്കണ്ട, ആന്റിക്ക് ഒന്നും സംഭവിക്കില്ല. നീ കുറച്ചു നേരം കൂടി ഒന്ന് റെസ്റ്റ് എടുത്തോ എന്നെല്ലാം പറയുമ്പോ അലീന കുറച്ചു നേരം കൂടി ഉറങ്ങാണ്. അപ്പൊ മനു അവിടെ ഉറങ്ങി കിടക്കുന്ന അലീനെ തന്നെ നോക്കി നിൽക്കും. എന്നിട്ട് മനസ്സിൽ പറയുന്നുണ്ട്, നീ എന്റെ ആന്റിയുടെ മകളാണ്, എന്റെ മുറപ്പെണ്ണ്. നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല അലീന. നിന്നെ കണ്ടപ്പോ തന്നെ നീ ഒരു അനാഥയാണെന്ന് അറിഞ്ഞിട്ടും നിന്റെ അടുത്ത് എനിക്കൊരു ഇത് തോന്നിയതാണ്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഞാൻ നിന്നെ അത്രമാത്രം സ്നേഹിക്കുന്നു എന്ന്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നിന്നെ സ്വന്തമാക്കും എന്നൊക്കെ മനു ഉറങ്ങിക്കിടക്കുന്ന അലീനെ നോക്കിയിട്ട് പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് അതെല്ലാം കഴിഞ്ഞ് വൈജയുടെ സർജറി കഴിഞ്ഞു. വൈജ ഓക്കെയാണ്. ഇത് കേൾക്കുമ്പോ എല്ലാവർക്കും അവിടെ സന്തോഷമാവുന്നുണ്ട്. ക്ഷീണൊക്കെ മാറി അലീന വരുമ്പോ രാജീവ് പറയും, എടി നിന്റെ ഇയാളുടെ ആഗ്രഹം നടന്നില്ലടി, വൈജ ചത്തിട്ടില്ല. അപ്പൊ മനു പറയുന്നുണ്ട്, ദേ അങ്കിളെ, എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. ആന്റി ഇപ്പൊ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം അലീന തന്നെയാണ്. അലീന തന്റെ ബ്ലഡ് ആന്റിക്ക് കൊടുത്തത് കൊണ്ട് മാത്രമാണ് ആന്റി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. ആന്റിയുടെ മരണവാർത്ത കേൾക്കാൻ കാത്തിരിക്കാണ് എന്റെ അമ്മ കമല. അച്ഛൻ അമ്മയെ വിളിച്ച് പറഞ്ഞേക്ക് ആന്റിക്ക് ഒരു കുഴപ്പമില്ലെന്ന്. ദേ മനു, ഈ പിഴച്ചവൾക്ക് വേണ്ടിയാണ് നീ സ്വന്തം അമ്മയെ തള്ളി പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് ശിവശങ്കർ രാജീവും അലീനയുടെ കുത്തി നോക്കുന്നുണ്ട്. ഒടുക്കം ബാലേന്ദ്രൻ പറയും, മനുവേ, നീ ഇവളെ ഒന്ന് വീട്ടിൽ കൊണ്ടുവിട്. ഇനി ഇവളെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിന്റെ അച്ഛന്റെ കാരണത്ത് എന്റെ കൈ പതിഞ്ഞെന്ന് വരും. അതുകൊണ്ട് എന്റെ മകളെ നീ വീട്ടിൽ കൊണ്ടാക്ക് എന്നൊക്കെ പറയുമ്പോ മനു അലീനയെ കൊണ്ട് വീട്ടിലേക്ക് പോവാണ്. ശിവശങ്കറും രാജീവും ഒരു പുച്ഛഭാവത്തോടു കൂടിയായിരിക്കും നിൽക്കുക. എന്തായാലും നമ്മുടെ വൈജ അപകടനില തരണം ചെയ്തു. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്.